ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഒരുപാട് പേര് സജസ്റ്റ് ചെയ്ത ഒരു വാച്ചാണ് HW60 W26 Pro തന്നെ. അതിൻ്റെ ആ ഒരു റേഞ്ചിൽ അല്ലെങ്കിൽ അതിനോട് ഏറ്റുമുട്ടാൻ തയ്യാറായിരിക്കുന്ന ഒരു വാച്ചാണ് HW60. അതിൻ്റെ അൺബോക്സ് ചെയ്തിൻ്റെ അതിൻ്റെ മറ്റ് ഡീറ്റെയിൽസ്, പ്രൈസ് എല്ലാം തന്നെ ഈ ഒരു വീഡിയോയിൽ നോക്കുന്നതായിരിക്കും. അപ്പോൾ ആദ്യം തന്നെ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. എന്നാൽ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ബോക്സിലേക്ക് വരുമ്പോൾ പ്രത്യേകിച്ച് ഒന്നും കാണാനായിട്ട് കഴിയുന്നില്ല. ഇവിടെ HW60 എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ വാച്ച് ഏത് കളറാണെന്ന് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ബ്ലാക്ക് കളറാണ്. ഇത്രയൊക്കെ തന്നെയാണ് ബോക്സിലുള്ളത്, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇനി നമുക്ക് ബോക്സ് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ വാച്ചാണ് ഇവിടെ കാണാനായിട്ട് കഴിയുന്നത്. പിന്നെ ബോക്സിൽ എന്തൊക്കെയുണ്ട് നോക്കാം. ഒരു സ്ട്രാപ്പാണ്, നൈലോൺ സ്ട്രാപ്പാണ്. നല്ല അടിപൊളി, നല്ല ക്വാളിറ്റിയിൽ തന്നെയാണ് ഇത് ബിൽഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ വരുന്നത് 2-pin മാഗ്നറ്റിക് ചാർജറാണ്. പിന്നെ ഒരു യൂസർ മാനുവൽ. യൂസർ മാനുവലിൽ ചൈനീസിൽ, ഇംഗ്ലീഷിൽ എല്ലാ ഭാഷയിലും ലാംഗ്വേജ് കൊടുത്തിട്ടുണ്ട്. വാച്ചിലേക്ക് വരുമ്പോൾ ഇങ്ങനെ ഒരു കവർ കോട്ടിങ്ങിലാണ് വരുന്നത്. നമുക്കിത് പീൽ ഓഫ് ചെയ്യാം. വാവ്, നല്ല അടിപൊളി ഡിസൈന്. iWatch സീരീസ് 6 എന്ന ഒറ്റ നോട്ടത്തിൽ നമുക്ക് തോന്നിപ്പോകും. ഇതിൻ്റെ സൈഡിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ സ്ക്രോളിംഗ് ബട്ടൺ ഉണ്ട്. സ്ക്രോളിംഗ് ബട്ടൺ കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ ഇത് ചിലപ്പോൾ സ്വിച്ചാണെന്ന് തോന്നിപ്പോകും. ഇതൊരു ഫേക്ക് ബട്ടണാണ്, ജസ്റ്റ് ഡിസൈൻ മാത്രമാണ്. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് മൈക്കും കാണാൻ കഴിയുന്നുണ്ട്. പിന്നെ ബാക്കിലേക്ക് വരുമ്പോൾ 2-pin മാഗ്നറ്റിക് ചാർജർ, ഇത് ചാർജർ പോയിന്റ്. പിന്നെ ഹേർട്ട് റേറ്റ് സെൻസർ ഇവിടെ വരുന്നുണ്ട്. അതുപോലെ ഇപ്പുറത്തെ ഭാഗത്ത് സ്പീക്കർ ഗ്രില്ല്. എന്ന് നമുക്ക് നമ്മുടെ വാച്ച് ഓൺ ചെയ്യാം. അതിനായി ഈ ഒരു സ്ക്രോളിംഗ് ബട്ടൺ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് പിടിക്കാം. ഓക്കെ, ഓൺ ദ സ്പോട്ട് നമ്മുടെ വാച്ച് ഓൺ ആയിട്ടുണ്ട്. ഓൺ ആക്കുമ്പോൾ തന്നെ നമുക്ക് ഈ ഒരു 3D വാച്ച് ഫേസ് ആണ് ഇതിൽ കാണിക്കുന്നത്. പിന്നെ ഇത് കൂടാതെ നമുക്ക് എത്ര വാച്ച് ഫേസ് ഇൻക്ലൂഡ് ആയിട്ടുണ്ട് നോക്കാം. 1 2 3 4 വാച്ച് ഫേസ് ആണ് നമുക്കിതിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ളത്. പുറമെ നമുക്ക് ആപ്പുമായിട്ട് കണക്ട് ചെയ്തിട്ട് നിരവധി വാച്ച് ഫേസ് ആഡ് ആക്കാൻ, അല്ലെങ്കിൽ കസ്റ്റമൈസ് ചെയ്ത വാൾപേപ്പേഴ്സ് ആഡ് ആക്കാനായിട്ട് കഴിയും. പിന്നെ നമുക്ക് ഈ ഒരു ഭാഗത്തേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ ഹേർട്ട് റേറ്റ് സെൻസർ അത് കാണിക്കുന്നുണ്ട്. എത്രത്തോളം ആക്യുറേറ്റ് ആണ് ഓൺ ദ സ്പോട്ട് നമുക്കിവിടെ കാണിക്കുന്നുണ്ട്. പക്ഷെ എത്രത്തോളം ആക്യുറേറ്റ് ആണെന്ന് പറയാൻ പറ്റില്ല. അതുപോലെ തന്നെ പിന്നെ ഡാറ്റ എന്ന് പറഞ്ഞൊരു ഓപ്ഷന്, പിന്നെ വെതർ കാണിക്കുന്ന ഒരു സംഭവം കൂടി പുതിയതായിട്ട് വന്നിട്ടുണ്ട്. വെതർ നമുക്ക് മൊബൈലുമായിട്ട് കണക്ട് ചെയ്താൽ നമുക്ക് മൊബൈലിലത്തെ ആ ഒരു വെതർ നമുക്ക് ഇവിടെ കാണിക്കും. പിന്നെ നമുക്ക് ഹോം സ്ക്രീനിൽ ഈ ഒരു ഭാഗത്തേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ ഇതാണ് അതിൻ്റെ മറ്റൊരു ഫീച്ചർ എന്ന് പറയുന്നത്, സ്പ്ലിറ്റ് സ്ക്രീൻ. ഇവിടെ നോട്ടിഫിക്കേഷൻ പോലെ നമുക്ക് ഇവിടെ സമയം, ഡേറ്റ്, അതുപോലെ തന്നെ ഇതിൻ്റെ ഈ ഒരു ആപ്പുമായിട്ട് കണക്ട് ചെയ്യുന്ന QR കോഡ്, പിന്നെ ബ്ലൂടൂത്ത് കോള്, പിന്നെ നമുക്ക് ഇതിൽ അവസാനമായിട്ട് എടുത്ത ആപ്സ് ഉണ്ടാവില്ലേ, അതിൻ്റെ ആ ഒരു ഷോട്ടും കൂടി കാണിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഇതിൻ്റെ സ്ക്രോളിംഗ് ബട്ടൺ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് ഇതിൻ്റെ മെനു കാണാനായിട്ട് കഴിയൽ. പക്ക അക്യുറേറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് സ്ക്രോളിംഗ് ബട്ടണൊക്കെ. പിന്നെ ഡബിൾ ക്ലിക്ക് ചെയ്യണം സ്ക്രോളിംഗ് ബട്ടണിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു മെനു ഓപ്ഷനിലേക്ക് നമുക്ക് മാറാനായിട്ട് കഴിയും. വീണ്ടും ഒരു ഡബിൾ ക്ലിക്കും കൂടി ചെയ്യുമ്പോൾ ഇതാ കിടില ഈ ഒരു സ്റ്റൈലിലേക്ക് നമുക്ക് നമ്മുടെ മെനു സ്റ്റൈൽ മാറ്റാനായിട്ട്. ഇതാ കുറച്ചും കൂടി പുതുതായിട്ട് ആഡ് ചെയ്തതാണ്, കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് നല്ല കാണാൻ രസമുള്ളതും ഇതാണ്. ഇനി നമുക്ക് താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ ഈ ഒരു പാനലിൽ കാണാൻ കഴിയുന്നത് ഫസ്റ്റ് തന്നെ ബ്ലൂടൂത്ത് കോള്. പിന്നെ ഇതെന്താണെന്ന് വെച്ചാൽ പുതിയൊരു സംഭവം, ഓൾവേസ് ഓൺ ഡിസ്പ്ലേ. ഓൾവേസ് ഓഫ് മൊബൈലൊക്കെ കാണുന്ന ഏകദേശം 30 മിനിറ്റോളം നമുക്ക് ടൈമും ഡേറ്റൊക്കെ ആ ഒരു ലെവലിൽ തന്നെ നിൽക്കും. അത് പക്ഷേ ബാറ്ററിക്ക് കുറച്ച് ഇതുണ്ടാവുമെങ്കിലും അത് ഓണാക്കാൻ എടുക്കുന്നത്. പിന്നെ നമുക്ക് വരുന്നതാണ് സ്ക്രീൻ ലോക്ക്. ഇതാ ഒന്നും ഇനി ആവുകയില്ല. ഇത് 3 സെക്കൻഡ് പ്രസ് ചെയ്ത് പിടിച്ചാൽ മാത്രമേ അത് അൺലോക്ക് ആവുകയുള്ളൂ. അത് കിടിലൻ ഓപ്ഷനാണ്. പിന്നെ വരുന്നത് പവർ ബട്ടൺ. അതുപോലെ പിന്നെ സെറ്റിങ്സിലേക്ക് നോക്കുമ്പോൾ ആദ്യം തന്നെ ബ്രൈറ്റ്നെസ് വരുന്നുണ്ട്. പിന്നെ കാണാനായിട്ട് കഴിയുന്നത് പിന്നെ വേക്കപ്പ് ഗസ്റ്റർ, ഡു നോട്ട് ഡിസ്റ്റർബ് ബോർഡൊക്കെ ഉണ്ട്. പിന്നെ പാസ്വേഡ് പ്രൊട്ടക്ഷൻ, അത് കിടിലൻ ഫീച്ചറാണ്. പാസ്വേഡ് സെറ്റ് ചെയ്യാനായിട്ട് കഴിയും.
ഉണ്ടോ, പാസ്വേഡ് സെറ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. പിന്നെ നമുക്ക് ഇത് സൈലൻറ്റ് മോഡാക്കുന്നത്. പിന്നെ ഇവിടെ ചാർജിങ്ങിൻ്റെ പെർസെൻറ്റേജ് കാണിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഇൻഡിക്കേറ്റർ കാണിക്കുന്നുണ്ട്. പിന്നെ ഡേറ്റും ടൈമും കൂടി ഇവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട്. പിന്നെ ഇനി മുകളിലേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് ഇത് കാണാനായിട്ട് കഴിയുന്നുണ്ട്. മെസ്സേജൊക്കെ ഈ ഒരു ഭാഗത്താണ് നമ്മുടെ വാട്സപ്പ് മെസ്സേജ്, ബാക്കിയുള്ള മെസ്സേജസൊക്കെ ഈ ഒരു ഭാഗത്താണ് നമുക്ക് നോട്ടിഫിക്കേഷൻ കാണിക്കൽ. പിന്നെ നമുക്കിനി മെനുവിലേക്ക് പോകുമ്പോൾ നമുക്ക് ആദ്യം തന്നെ കാണിക്കുന്നത് സ്ലീപ്പ് മോണിറ്റർ, പിന്നെ കാണിക്കുന്നത് ഫോണ്, വെതർ ഒക്കെ പറഞ്ഞതാണ്. അതുപോലെ തന്നെ പിന്നെ വേറൊരു ഇതെന്താണെന്ന് വെച്ചാൽ ഔട്ട്ഡോർ സ്പോർട്സിൽ ഔട്ട്ഡോർ ചെയ്യുന്ന ഒരുവിധ എല്ലാ സംഭവങ്ങളും കാണാൻ കഴിയും. റണ്ണിങ്, സൈക്ലിങ് തുടങ്ങിയ ഒരുപാട് ആക്ടിവിറ്റീസ് കാണാൻ കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ ഇൻഡോർ സ്പോർട്സ് എന്ന് പറഞ്ഞിട്ട് വേറൊരു ഓപ്ഷനും കൂടിയുണ്ട്. ഇൻഡോറിൽ ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ ഇവിടെ കാണിക്കുന്നുണ്ട്. പിന്നെ സാധാരണ iWatchലൊക്കെ കാണിക്കുന്ന ആ ഒരു ഓക്സിജൻ്റെ ആ ഒരു അളവ് അതൊക്കെ എത്രത്തോളം ആക്യുറേറ്റ് ആണെന്ന് പറയാൻ പറ്റില്ല. അതുപോലെ തന്നെ ബ്രീത്ത്, ഹേർട്ട് റേറ്റ്, BP, പിന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ മ്യൂസിക് പ്ലേ ചെയ്യാനുള്ള ഓപ്ഷന്, ഷെയ്ക്ക് ടൈക്ക് പിക്ചേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. പിന്നെ കാൽക്കുലേറ്റർ ഇതിൽ ഇൻക്ലൂഡാണ്. ഇപ്പോൾ പല വാച്ചിൽ കാൽക്കുലേറ്റർ, കലണ്ടറൊക്കെ എടുത്ത് കളയുന്നുണ്ട്, പക്ഷേ ഇതിൽ ഇൻക്ലൂഡാണ്. ഒരുവിധം എല്ലാ ഫീച്ചേഴ്സും നമുക്ക് ഈ ഒരു വാച്ചിൽ കാണാനായിട്ട് കഴിയുന്നുണ്ട്. ടോട്ടലി പറയുകയാണെങ്കിൽ ഇതൊരു അടിപൊളി വാച്ച് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാനായിട്ട് കഴിയും. ഇതിൻ്റെ സ്ട്രാപ്പിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഇപ്പോൾ ഒരു നൈലോൺ സ്ട്രാപ്പാണ് കിട്ടുന്നത്. നല്ല അത്യാവശ്യം ക്വാളിറ്റിയുള്ളൊരു നൈലോൺ സ്ട്രാപ്പ് തന്നെയാണ് വരുന്നത്. അതുപോലെ തന്നെ ഇത് 44mm ആയതുകൊണ്ട്, വാച്ച് 44mm ആയതുകൊണ്ട് തന്നെ നമുക്ക് ഏകദേശം 44mm ഏതൊരു സ്ട്രാപ്പ് ഇതിന് യോജിക്കും. മെറ്റൽ സ്ട്രാപ്പ് അല്ലെങ്കിൽ നെയ്ക്ക് സ്ട്രാപ്പ് എക്സ്ട്രാ വാങ്ങി ആഡ് ചെയ്യാനായിട്ട് കഴിയും. പിന്നെ അതിന് നമുക്ക് ഈ ഒരു സ്ട്രാപ്പ് ഇതിൽ ഫിറ്റ് ചെയ്തിട്ട് നമ്മുടെ കയ്യിലൊന്ന് കെട്ടി നോക്കാം. 100 mAh ബാറ്ററിയാണ് ഇതിൽ വരുന്നത്. അതുപോലെ തന്നെ അത് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 to 3 hours വരെ സമയം എടുക്കും. മാത്രമല്ല നമുക്ക് ഏകദേശം 2 to 5 ദിവസം വരെ ബാക്കപ്പ് നൽകുന്നുണ്ട്. IP68 വാട്ടർപ്രൂഫ് ഈ ഒരു സ്മാർട്ട് വാച്ചിലുണ്ട്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം വെള്ളത്തുള്ളികളൊക്കെ ഇതിന് പ്രതിരോധിക്കാനുള്ള ശേഷിയുണ്ട്. നമുക്ക് ഈ ഒരു വാച്ച് വയർഫിറ്റ് പ്രോ എന്ന് പറഞ്ഞൊരു ആപ്പുമായിട്ട് കണക്ട് ചെയ്തിട്ട് വാച്ച് ഫേസും അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ നമുക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് കഴിയും. അത് ജസ്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ആപ്ലിക്കേഷന് ഓൺ ആക്കിയത്. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, കണക്റ്റഡ് ആക്കിയിട്ടുണ്ട്, ചാർജും അതൊക്കെ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കിതാ വാച്ച് ഫേസ് എന്നൊരു ഓപ്ഷൻ ഇവിടെ കാണാനായിട്ടുണ്ട്. ഇത് ജസ്റ്റ് മോർ ക്ലിക്ക് ചെയ്താൽ നമുക്കിവിടെ വാച്ച് ഫേസ് ഒരുപാട് പോപ്പുലർ ആയിട്ടുള്ള വാച്ച് ഫേസ് ഇവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. അതിൽ ചിലതൊക്കെ പെയ്ഡാണ്, ചിലതൊക്കെ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്ത് യൂസ് ചെയ്യാൻ കഴിയും. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് കസ്റ്റം സ്ക്രീൻ സേവർ, അങ്ങനെ ഒരു ഓപ്ഷൻ കാണാൻ കഴിയുന്നുണ്ട്. അങ്ങനെ നമുക്ക് കസ്റ്റമൈസ് വാൾപേപ്പേഴ്സ് അതുവഴി ആഡ് ആക്കാനായിട്ട് കഴിയുന്നുണ്ട്. പിന്നെ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷനിലേക്ക് വരുവാണെങ്കിൽ ഇവിടെ നമുക്ക് വെതർ സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ നോട്ടിഫിക്കേഷന് തുടങ്ങിയ ഫൈൻഡ് ഡിവൈസ്, ഫേവറേറ്റ് കോൺടാക്ട്സ് തുടങ്ങി നിരവധി ഫീച്ചേഴ്സ് ഇതിൽ തന്നെ ഇൻക്ലൂഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് സെറ്റാക്കി വെക്കാവുന്നതേ ഉള്ളൂ. പിന്നെ എക്സസൈസസ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷനിൽ നമുക്കത് വാക്ക്, സൈക്ലിംഗ്, ക്ലൈംബിംഗ് എന്ന് പറഞ്ഞ കുറേ ഓപ്ഷൻസ് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ ഹോമിൽ നമുക്ക് ഹേർട്ട് റേറ്റിൻ്റെ, സ്ലീപ്പ്, വെയിറ്റ് തുടങ്ങി കുറച്ച് മെയിൻ ആ ഒരു ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇവിടെ മെൻഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത്രയൊക്കെയാണ് ഈ ഒരു ആപ്പിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. ഇനി ഈ ഒരു വാച്ചിൻ്റെ പ്രൈസിലേക്ക് വരികയാണെങ്കിൽ 2,100 രൂപയാണ് നമുക്ക് ഈ ഒരു വാച്ചിൽ പ്രൈസ് വരുന്നത്. ഏകദേശം 2,400, 2,500 ആ ഒരു പ്രൈസിലാണ് മാർക്കറ്റ് വില വരുന്നത്. അപ്പോൾ 2,100 നിങ്ങൾക്ക് ഇത് ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിൽ കയറി ഒന്ന് കോൺടാക്ട് ചെയ്യുക. അതുപോലെ തന്നെ അല്ലെങ്കിൽ ഈ ഒരു സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കയറി കോൺടാക്ട് ചെയ്യുക. എന്തുകൊണ്ട് ഈ ഒരു വാച്ച് ക്വാളിറ്റി ബേസ് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഫീച്ചേഴ്സ് ബേസ്, പ്രൈസ് ബേസ്, എന്ത് ബേസ് നമുക്ക് നോക്കുകയാണെങ്കിലും ഇപ്പോൾ തന്നെ ഇതാ വാട്സപ്പ് മെസ്സേജൊക്കെ ഇതാ കൃത്യമായിട്ട് നമുക്ക് ഇവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. എന്തുകൊണ്ട് ഇത് ബെറ്റർ തന്നെയാണെന്ന് പറയാനുള്ളത്. ഈ ഒരു വാച്ച് വേണ്ടവർ എന്തായാലും കോൺടാക്ട് ചെയ്യുക. അതുപോലെ തന്നെ ഓൾ ഇന്ത്യ ഫ്രീ ഡെലിവറി ഉണ്ടായിരിക്കുന്നതായിരിക്കും. മാത്രമല്ല ഗിവ് അവേ ഒക്കെ വരുന്നതാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.